വിശുദ്ധ ബാവാ തിരുമേനി, അഭിവന്ദ്യരായ തിരുമേനിമാരെ, വൈദിക സഹോദരങ്ങളെ, സഭാസ്ഥാനികളെ, സന്യസ്തരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി മുന്നോടിയായ യോഹന്നാൻ അന്നത്തെ ശ്രോതാക്കളായ ജനങ്ങൾക്ക് നൽകിയ ഒരു ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം, സൂചനയാണ്. നിങ്ങൾ അറിയാത്ത ഒരാൾ, എന്നെക്കാളും നിങ്ങളെക്കാളും വലിയൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പല അർത്ഥത്തിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇണങ്ങുന്ന ഒരു പിതാവ് ഭൗതികമായി നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിട്ട് 40 നാൾ ഇന്ന് തികയുകയാണ്. അദ്ദേഹത്തിന് ദിദിമോസ് എന്ന നാമവും പിന്നീട് വലിയ ബാവ എന്നുള്ള സ്ഥാനവുമാണ് സഭ നൽകിയത്. ഇരട്ട എന്ന അർത്ഥമുള്ള ദിദിമോസ് എന്ന നാമം നൽകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തോമസ് ആയിരുന്നു. ദിദിമോസ് എന്ന തോമസ്. ഇരട്ട രണ്ടും ഏകദേശം ഒരുപോലെ വരുന്നതാണെന്നാണ് സങ്കല്പം അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രം. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്നു, സയാമീസ് ഇരട്ടകളായാൽ പോലും വ്യത്യാസമുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരുന്ന ഇരട്ടകൾ ബുദ്ധിയിൽ പോലും വളർച്ചയിൽ വ്യത്യാസമുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു ഇരട്ട, അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഭാവവും നമ്മൾ അറിയാത്ത ഒരുപാട് ഭാവങ്ങളും ആയ ഇരട്ട സ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളോടൊക്കെ വളരെ കുറച്ചേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവത്തോട് വളരെ കൂടുതൽ പ്രാവശ്യവും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിദിമോസാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാവങ്ങളും വശങ്ങളും നമ്മൾക്ക് ദൃശ്യമായിരുന്നു. എന്നാൽ അദൃശ്യമായി വലിയ ഒരു വിചാര ധ്യാന പ്രപഞ്ചം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടുത്ത് പരിചയിച്ചവർ പോലും അറിയാത്ത ചില ആഴത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെയും ആത്മീക വ്യക്തിത്വത്തിൻ്റെയും തലങ്ങൾ അദ്ദേഹത്തിൽ വളരെയേറെ ഉണ്ടായിരുന്നു. വലിയ എന്ന പദം കേവലം പരുഷനാകുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ബിരുദമാണെന്ന് എനിക്ക് തോന്നുന്നത്. പലർക്കും, ആദോലിക്കാമാർക്കും അല്ലാത്തവർക്കും, സ്ഥാനത്യാഗം ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ വലിയ ഗ്രേറ്റ് എന്ന നാമം നൽകപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഭാരതവർഷത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരിൽ അക്ബർ എന്നാൽ ദ ഗ്രേറ്റ് എന്നാണല്ലോ അർത്ഥം. എന്നാൽ ഇദ്ദേഹത്തിന് ഈ വലിയ എന്ന നാമം നമ്മൾ നൽകി. നമ്മൾ ലൗകികമായി നോക്കിയാൽ, ലൗകിക ദൃഷ്ടിയിൽ അദ്ദേഹം ഒരു വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ പലരും മിണ്ടുകയില്ല. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചാൽ, ഒന്നിയിൽ വളരെ ബുദ്ധി വൈഭവമുള്ളയാൾ, അല്ലെങ്കിൽ നല്ല ആകാര സൗഷ്ഠവും സുകുമാര്യ രൂപമൊക്കെ ഉള്ളയാൾ, വലിയ മേധാശക്തിയുള്ളയാൾ, ജനസ്വാധീനമുള്ളയാൾ, നേതൃത്വ പാഠവുമുള്ളയാൾ, പ്രഭാഷണ ചാതുര്യമുള്ളയാൾ, ഇങ്ങനെ പലതുമൊക്കെ നമ്മൾ പറയും. ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെന്നും അതിൽ പലതും ഉണ്ടായിരുന്നുവെന്നും നമുക്കറിയാം. ഇപ്പം നമ്മൾ അറിയുന്നതിനേക്കാൾ നമ്മൾ അറിയാത്ത ഒരാൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു, ഒരു വലിയ ആൾ. ഇറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അങ്ങനെ ഒരാളിൻ്റെ
ശ്രാദ്ധം 40-ാം ദിന ശ്രാദ്ധമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ കുന്നിൽ അദ്ദേഹം കാലുകുത്തിയിട്ട് 3/4 നൂറ്റാണ്ട് 75 വർഷമെങ്കിലും കഴിഞ്ഞ് കാണും. 75 വർഷത്തെ ഒരു സന്യാസ ചര്യയെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒരാക്ഷേപം കേൾപ്പിക്കാതെ വളരെ അച്ചടക്കത്തോടു കൂടി ഗുരുഭക്തിയോടുകൂടി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സ്ഥാനലബ്ധിയും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചര്യയെ അശേഷം സ്വാധീനിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം കുഞ്ഞാമാശനായാലും തോമസ് ചെമ്മാശനായാലും CT തോമസ് കത്തനാരായാലും റമ്പാനായാലും തീമോത്തിയോസ് മെത്രാച്ചനായാലും ദിദിമോസ് ബാവായാലും ഒരു വ്യക്തിത്വമേ ഉള്ളൂ, വളരെ ആഴത്തിൽ വേരോടിയിട്ടുള്ള, നമ്മൾ അധികം അറിഞ്ഞിട്ടില്ലാത്ത ഒരാത്മീയതയുടെ വശം. അതിനെ ഇളക്കുവാൻ ആർക്കും കഴിയാമായിരുന്നില്ല. പ്രത്യേകിച്ച് 2-3 പേരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ അദ്ദേഹം പഠിച്ചു. വായനയിൽ നിന്നും നോക്കിക്കണ്ട ജീവിത ദൃഷ്ടാന്തത്തിൽ നിന്ന് പറയാം പൊതുവിൽ. എന്നാൽ മഹാഭാഗ്യം കൊണ്ട് 3 ഉത്തുംഗരായ ഗുരുക്കന്മാരിൽ നിന്ന്, അവരെല്ലാം മാമുനികളായി, അവരിൽ നിന്ന് കണ്ടും കേട്ടും സഹവസിച്ചുമാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടതെന്നാണ് എൻ്റെ വിചാരം. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ഇവിടെ വന്ന അന്ന് റമ്പാനായിരുന്ന CM തോമസ്, പിന്നീട് തോമാമാർ ദീവന്നാസിയോസ് തിരുമേനി. പട്ടിണി മാത്രമായിരുന്ന ഒരു കാലം നിങ്ങൾ വിശ്വസിക്കുകയില്ല. അദ്ദേഹം പലപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ കാണുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല, ഒന്നുമില്ല. അന്ന് അരിയും കിട്ടാനില്ല, ചോറുമില്ല, കഞ്ഞിയുമില്ലാത്ത കാലത്ത് ഇത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. കാച്ചിലോ കാപ്പിയോ വല്ലതും കാണും, ചോറുമില്ല, കഞ്ഞിയുമില്ല. അന്ന് പിന്നെ ഒരു ഹോസ്റ്റൽ തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി. ആ ഹോസ്റ്റലിൽ കഞ്ഞിയുമുണ്ട്, ചോറുമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു ഇതിൻ്റെ അവിടക്ക് വശത്ത്. അവിടെ ആദ്യകാലത്ത് മുകളിലൊരു ഷെഡിലും പിന്നീട് ഇവിടെയുമായിരുന്നു വാസം. അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഹോസ്റ്റലിലെ ചോറ് മാറ്റിയിട്ട് നമ്മുടെ ഭാഷയിൽ ഊറ്റി, വെള്ളം ഊറ്റി അവിടെ വെക്കും. പിന്നെ അതിൻ്റെ അകത്ത് യാദൃശ്യ കുറേ വാറ്റും കാണുമല്ലോ. ഇവിടെ നിന്ന് തൊട്ടി കൊണ്ടുപോയി ഈ വെള്ളം കൊണ്ടുവരും. ആരെങ്കിലും ചോദിച്ചാൽ പശുവിന് കൊടുക്കാനാണെന്ന് പറയുകയും ചെയ്യും. ഇത് കൊണ്ടുവന്ന് വിളമ്പി കഴിച്ച ഒരാളാണ് ദിദിമോസ് ബാവ. വെള്ളം മാത്രമേ ഉള്ളൂ, ഓരോരുത്തർക്ക് 2-3 പറ്റ് കാണുമായിരുന്നു. അങ്ങനെ കൊടും പട്ടിണിയിൽ വളർന്നതൊരു ഭാഗ്യമാണെന്നാണ് അദ്ദേഹവും കരുതി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് വളരെ അന്യമാണ് ഈ പറയുന്നതൊക്കെ. അങ്ങനെ പട്ടിണി കൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാകുമെന്നല്ല ഞാനീ പറയുന്നത്. എങ്കിലും വളരെ തീക്ഷ്ണമായി അദ്ദേഹം നിഷ്ഠയോടുകൂടി ജീവിക്കത്തക്കവണ്ണം 1-ാമത്തെ ഗുരുവിൽ നിന്ന് നല്ല ശാസന പാലിക്കുകയും ശാസന പഠിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഗുരുവായിരുന്നു മാർത്തോമാ ദീവന്നാസിയോസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ണിയായി വളർത്തിക്കൊണ്ട ആളാണ് കുഞ്ഞോമാച്ച. അച്ഛനായി കഴിഞ്ഞു ആ പേരെ വിളിക്കുള്ളൂ, കുഞ്ഞോമാച്ച എന്ന് വിളിക്കും, സക്കറിയാച്ച എന്ന് വിളിക്കും, ദീവന്നാസിയോസ് തിരുമേനി. അതാണ് 1-ാമത്തെ ഗുരു. അതികഠിനമായ ശിക്ഷണമാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. 2-ാമത്തേത് കല്ലാശ്ശേരി ബാവായുടെ കൂടെ ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ കോട്ടയത്ത് പോയ പഴയ സെമിനാരിയിൽ ബാവായുടെ കൂടെ താമസിച്ചത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിച്ചു. ഈ പാതിരാത്രിയിലെ പ്രാർത്ഥന, നമ്മൾ കാണുന്ന വലിയ ബാവ എന്ന് നമ്മൾ വിളിക്കുന്നതിൽ എന്തൊക്കെ അടങ്ങിയിരുന്നു അതൊക്കെ അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് സ്വാംശീകരിച്ചതിനുള്ള ഭാഗ്യം ഈ പിതാവിന് ലഭിച്ചു. ഇതൊക്കെ അദ്ദേഹം വല്ലപ്പോഴും പറയുമായിരുന്നു. അത് മുഴുവൻ നമുക്കങ്ങോട്ട് മനസ്സിലാകും. 3-ാമത് അദ്ദേഹത്തിൻ്റെ ഗുരു സുറിയാനി ഭാഷയും സംഗീതവും ഒക്കെ, നല്ല സംഗീതം വൈശമുള്ള ആളായിരുന്നു DG തോമസൻ അറിയാം. അദ്ദേഹത്തിൻ്റെ കുർബാനയൊക്കെ കേട്ട് ആകർഷിതരായ പലരും കൂടി ഇരിപ്പുണ്ടല്ലോ. ഔഗയൻ ബാവായുടെ മൗനവും പാണ്ഡിത്യം മൂലം വിനയവും പഠിപ്പും ഒന്നിച്ചു പോകുമെന്നാണല്ലോ ഭാരതീയ സങ്കല്പം. അങ്ങനെ സ്ഥിതപ്രജ്ഞരായവർ വലിയ നേട്ടം കൊണ്ടും വിജയം കൊണ്ടും മതിമറക്കുകയോ
അഥവാ നിരാശാജന്യമായ കാര്യങ്ങളുണ്ടായാൽ പാതാളത്തോളം നിരാശയിൽ വീഴുകയോ ചെയ്യുന്നവരല്ല. അതാണ് സ്ഥിതപ്രജ്ഞരെന്ന അർത്ഥരാവുകയും ബാബ അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവവും ഉള്ളടക്കവും മൗനം, എന്നാൽ വലിയ പണ്ഡിതൻ. പ്രധാനമായ 2 ഭാഷയിൽ, സുറിയാനിയിലും മലയാളത്തിൽ. അതോടൊപ്പം ഭാരതത്തിലെ സഭയും സിറിയയിലെ സഭയുടെയും യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിരുന്ന അസാധാരണ ഏക മലങ്കരയിലുണ്ടായിരുന്നയാൾ. ബാക്കിയുള്ളവർക്ക് അറിയാം, ഇത്രയും അറിയാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുകയും സുറിയാനി ഭാഷ അദ്ദേഹത്തിന് അഭ്യസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ 3ാമത്തെ ഗുരുവിനെയും അദ്ദേഹത്തിന് കിട്ടി. 1 അല്ല 3. ഒരു നല്ല ഗുരുവിനെ കിട്ടിയാൽ ഭാഗ്യമെന്നാണ് ഭാരതീയ സങ്കല്പം. ഇത് അദ്ദേഹത്തിന് 3 ഇരട്ടി കിട്ടി. ഇങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി അദ്ദേഹം ജീവിക്കുമ്പോഴും ധർമ്മബോധത്തിന് കുറവൊന്നുമില്ല. നമ്മളോട് കുറച്ച് ദൈവത്തോട് അധികവും സംസാരിക്കുമെന്നാണല്ലോ ഞാൻ പറയുന്നത്. ചിലരോടൊക്കെ ഇഷ്ടമുള്ളവരോടൊക്കെ അദ്ദേഹം വർത്താനം, അല്ലാത്തവരെ കണ്ട മിണ്ടുകയില്ലെന്ന് മാത്രം. വളരെ രസമായിട്ട് സംസാരിക്കും. കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ രാവിലത്ത് വല്ലപ്പോഴും അദ്ദേഹത്തെ കാണാൻ അവിടെ കയറും. ചെന്നാൽ ഉടനെ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് ഞാൻ പറയാം, പത്തനാപുരത്ത് നിന്ന്, അല്ലെങ്കിൽ കൊരട്ടി എന്ന് പറയുമ്പോൾ ഒരു ഉത്സാഹം കാണാം. ഈ സേവേറിയോ സിനിമയോട് അടുപ്പവും ദീർഘയാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റോപ്പായിരുന്നു കൊരട്ടി, മലബാറിപ്പോൾ. അതുകൊണ്ടായിരിക്കും. വല്ലതും കഴിച്ചോ? അപ്പം ഞാൻ പറയും, താഴെ പോയി കഴിച്ചോ. അപ്പോൾ പ്ലേറ്റ് ഒന്നുമില്ല, താഴെയാണോ കഴിക്കുന്നത്, നിലത്തെ എന്ന് പറഞ്ഞ ചൊരിച്ചിരി. ഇപ്പം നമ്മൾ വിചാരിക്കും ഇവരാരും യാതൊരു നർമ്മബോധമില്ല. അല്ല, നല്ലതുപോലെ നർമ്മബോധമുള്ളവരായ നമ്മുടെ ജേക്കബ് മാത്യു ജോജോ പറയും, അദ്ദേഹം കൂടെ കഥ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ UAE പോയി അദ്ദേഹം സ്ഥലം കാണാനൊക്കെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആ പള്ളിക്കാരൻ ഒരാൾ വന്ന് വലിയ അവിടുത്തെ ഒരു നേതാക്കന്മാർക്ക് അവർ നേതാക്കന്മാരാണെന്ന് ബാക്കിയുള്ളവർ അറിയണമെന്ന് ഒരാഗ്രഹം. അപ്പം അദ്ദേഹം കാതോലിക്ക ബാബയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്ന്, നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ ദുബായ് പള്ളിയിലെ ഒരു അംഗമാണ്. അപ്പം ചോദിച്ചു, തിരുമേനിക്ക് തമിഴ് അറിയാമോ? അറിയാം. 2-3 തമിഴ് വാക്കൊക്കെ പറഞ്ഞു. തിരുമേനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷിൽ ഏതാണ്ട് കവിതയൊക്കെ ചൊല്ലിക്കേൽപ്പിച്ചു. തിരുമേനിക്ക് അറബി അറിയാമോ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കി, എനിക്കറിയാൻ മേല. എന്നിട്ട് ഇങ്ങനെ നോക്കി വെച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, പിന്നെ തിരുമേനി എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അയാളെ സൂക്ഷിച്ചു, ഞാൻ എൻ്റെ 2 കാലയിൽ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ അയാളെ അവിടെ കണ്ടില്ല. ഇതുപോലെ വളരെ നൈസർഗികമായി നർമ്മം പ്രയോഗിക്കുമായിരുന്നു അദ്ദേഹം. അതൊന്നും കൃത്രിമമല്ല, എന്നാൽ വളരെ ലളിതമായി ചിന്തിക്കുകയും. ഞാൻ കണ്ട ഒരു കാഴ്ച പറയാൻ, വർഷങ്ങൾക്ക് മുമ്പ്, പ്രസംഗം നീട്ടുപോകുന്നതെന്ന് എനിക്കറിയാൻ മേല, ജിജി തോമസിൻ്റെ സമയം ഞാൻ അപഹരിക്കുകയാണ്. തൃശ്ശിനാപ്പള്ളിയിൽ അദ്ദേഹം വല്ലപ്പോഴും പോകുമായിരുന്നു. അവിടെ സ്കൂളും ആശുപത്രിയൊക്കെ ഉള്ളതുകൊണ്ട്. ഒരിക്കൽ ഞാനും എൻ്റെ കൂടെ ഇന്നത്തെ റബ്ബാച്ചൻ, എലിയാസ് റബ്ബാച്ചൻ, വേറെ ആരൊക്കെ അന്ന് ജമാശന്മാരായിട്ട് കൂടെ അവിടെ കണ്ട് ഞാൻ. അതിൻ്റെ ഒരു കുടില്ല, 2 സ്ഥലത്തുണ്ടായിരുന്നു. ഒരു സ്ഥലം വിറ്റു, ഒരു കുടില്ലാതെ അവിടെ പശുവും അവരെയൊക്കെ വളർന്ന സ്ഥലം. അതിൻ്റെ മുറ്റത്ത് ഇത്രയും വീതിയുള്ള 8-10 ഇഞ്ച് വീതിയിലുള്ള ഒരു കല്ല്, വേലിക്കല്ല് പോലെ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ വേണ്ടി മുറ്റത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കളത്തി 2 സപ്പോർട്ട് കൊടുത്തു. ഈ തീമോഥിയോസ് മെത്രാച്ചൻ ഈ ഇത്രയും വീതിയുള്ള കല്ലേൽ അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടു മുറ്റത്ത്. ഒരു ഭയങ്കര ചൂടുവാ വൃക്ഷത്തണലിൽ. അപ്പം നിങ്ങളറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത് പല അർത്ഥങ്ങളിൽ ഇദ്ദേഹത്തിന് വളരെ ഇണങ്ങുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് എവിടെ പ്രസംഗിച്ചാലും വിമൻസ് ലിബറേഷനും വലിയ മോഡേൺ തിയോളജി ഒന്നും പറയാറില്ല അദ്ദേഹം. ഒത്തിരി വായിക്കുവാനും നമ്മുടെ യൂഹാനോൻ റമ്പാച്ചോട് ചോദിച്ചാൽ പറയും, അട്ടപ്പാടി ധാരാളം വായിക്കുവാനും, പുസ്തകം വായിച്ചു കൂട്ടുമായിരുന്നു. യാത്ര ചെയ്യുമ്പം ഒരു പടം കയ്യിലുണ്ട്, വാറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവിൻ്റെയും ഈവറീസായുടെയും പരിമളത്തിനുമയുടെയും ഫോട്ടോ ഇങ്ങനെ പടം അതിനകത്ത് വെച്ച് ഫ്രെയിം ചെയ്ത് അതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് യാത്ര കാറിൽ പോകുന്നത്. അപ്പുറം തിരുമേനി കണ്ടിട്ടുണ്ടായിരിക്കുക. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് ചില ശക്തി സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അദ്ദേഹം പ്രഭാഷണം ചെയ്യുമ്പോൾ ഈ വലിയ വലിയ വിഷയങ്ങൾ മനുഷ്യൻ്റെ തലയുടെ മേളിൽ കൂടെ പോകുന്നത് ദഹിക്കാത്തതൊന്നും പറയില്ല. ചിലപ്പോൾ നീണ്ടു പോകുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്തും പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും കുമ്പിടിലിനെക്കുറിച്ചുമാണ് പറയുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും അറിയാൻ മേല. ചില പ്രായമാകുമ്പോൾ ഒരേ വിഷയം തന്നെ പറയും. ഉദാഹരണം, നമ്മുടെ VC ശാമുവേലച്ചന് ഒത്തിരി പ്രായമായപ്പോഴും ബാംഗ്ലൂരിൽ അധികം നടക്കാനൊന്നും വയ്യ. അപ്പോൾ അദ്ദേഹം ഏത് മീറ്റിംഗ് കൊണ്ട് വെച്ചാലും പറയും, എനിക്ക് തീരെ വയ്യ, എന്നാലും എനിക്കൊന്നും പറയാനുണ്ട്, എനിക്ക് ഗ്രിഗോറിയോസിനെ കുറിച്ചൊന്ന് പറയണം. ഏതാ
ഒന്നാം ദിവസത്തിലെ ഗ്രിഗോറിയോസ് അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാപിക്കും. തീരെ വയ്യാതിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന, കുമ്പിടിയിൽ നോമ്പ്, ഇതിനെക്കുറിച്ച് പറയാൻ ആളില്ല. അതൊരു സത്യം. നമ്മളൊക്കെ അതിനേക്കാൾ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് കാലികമായി. പക്ഷേ ഈ പിതാവ് ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിൽ തട്ടും വിധം സ്വന്തം അനുഭവ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശ്രവിക്കാതിരിക്കാൻ ഒക്കുക, നമ്മൾ അറിയാതെ കേട്ടുപോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു തിരിച്ച് ഇവിടെ ആദ്യ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വരണമെന്നുള്ളത്. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു, എഴുതി വെച്ചു. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സന്യാസിയുടെ മരണം സന്യാസ ഭവനത്തിലെ ഒരാളിൻ്റെ കടന്നുപോക്ക് ഒരു വലിയ സംഭവമല്ല. യഥാർത്ഥ സന്യാസികളും സന്യാസ ഭവനങ്ങളിലും അതിലെ ഒരു അംഗത്തിൻ്റെ കടന്നുപോക്ക് വലിയ കാര്യമായ വലിയ ബഹളം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. ഈ തീമോത്തി ബാബ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെളിയിലെങ്ങാണ്ട് പോയി ഒരു ഗ്രീക്കോ സന്യാസ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ 2-3 ദിവസം താമസിച്ചു. ഒരു ദിവസം രാവിലെ വന്നുകൊണ്ട് ഞാൻ പാർലറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ആശ്രമാംഗമായ പ്രായജതിനാർ ഇന്നലെ രാത്രി മരിച്ചു പോയത്. അങ്ങനെ അംഗങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ മരണം അവർക്ക് വലിയൊരു സംഭവമല്ല. കാരണം തോമാ ദിവന്നാസിയോസ് എഴുതിയ മൗണ്ട് താബോർ എന്ന പുസ്തകത്തിൽ ഒരു വാക്കുകൂടെ അദ്ദേഹം ഈ സന്യാസികളുടെ കടന്നുപോയതിനെ കുറിച്ച് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കും. നമ്മൾ വിശ്വസിക്കില്ല. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ട്രാൻസ്ഫർ, ഇവിടെ വന്നുള്ള പരിശീലനം ട്രാൻസ്ഫിഗറേഷൻ, ഇവിടുന്ന് കടന്നു പോകുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയ ആളിൻ്റെ കൂടെ അവസാനം മറ്റേ ചില പിതാക്കന്മാരുടെ കൂടെ കഴിക്കാൻ എനിക്ക് അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞില്ല അതൊരു കുറവാണ്. അത് 26-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ സന്ധ്യാസ്കാരം നടത്തപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജാന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അത് ഇവിടെ ഇരിക്കുന്ന 2-3 പിതാക്കന്മാരോട് 4 പേരുണ്ടായിരുന്നു. അപ്രയം തിരുമേനി ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ദേവദോസിയോസ് തിരുമേനി, ക്രിസോസ്റ്റമോസ് തിരുമേനി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ദിവനാസിയോസ്. ഞങ്ങൾ ആ ലാസ്റ്റ് സമയത്ത് നമ്മുടെ സഭയുടെ നിഷ്കർഷ പോലെ ഞങ്ങൾ 4 പേരും സ്ലീവ അദ്ദേഹം പിതാവിൻ്റെ നെറ്റിയിൽ വെച്ച് വിശ്വാസം ഏറ്റു പറഞ്ഞു. തെയോഫിലോസ് തിരുമേനി ഉണ്ടായിരുന്നു. വിശ്വാസം പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധവുമാകുന്ന ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ് മാലാഖമാരുടെ സ്തുതിപ്പും ചൊല്ലി മോറാനെ വിശ്വസിച്ച് ചൊല്ലിയപ്പോഴത്തേക്ക് തീർന്നു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി, അദ്ദേഹത്തിനും ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും ഭാഗ്യം. അവർ വളരെ ഭാഗ്യകരമായ രീതിയിൽ തികച്ചും വ്യത്യസ്തനായ ആൾ അങ്ങനെ തന്നെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഈ ധാരായിക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം അതിൻ്റെ നമ്മളിത് വായിച്ചു കേട്ടു. ഓരോ പിതാവും കടന്നു പോകും പറയും, എനിക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളെ പിടിക്കുമെന്ന് ഓരോ പിതാവും പറയും കടന്നു പോകും. അതും കൂടെ മനസ്സിൽ വയ്ക്കുക. ഈ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കും.